കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഷോർട്ട് സർക്യൂട്ട് മൂലമുണ്ടായ അപകടത്തിൽ ആശുപത്രിക്കെതിരെ ആരോപണവുമായി മരിച്ചവരുടെ കുടുംബം വയനാട് സ്വദേശി നസീറയുടെ കുടുംബമാണ് ആരോപണവുമായി രംഗത്തെത്തിയത്. ആശുപത്രിയിൽ എമർജൻസി എക്സിറ്റ് ഉണ്ടായിരുന്നില്ല. വാതിൽ ചവിട്ടിപ്പൊളിച്ചാണ് രോഗികളെ പുറത്തെത്തിച്ചത്. മെഡിക്കൽ സപ്പോർട്ട് കിട്ടാൻ കാലതാമസം ഉണ്ടായതായും സഹോദരൻ ജനം ടിവിയോട് പറഞ്ഞു. ഗോകുൽ കെ വേണുഗോപാലിന്റെ റിപ്പോർട്ട് കാണാം. കഴിഞ്ഞ ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാവുകയും പുക ഉയരുകയും ഒക്കെ ചെയ്തതിനെ തുടർന്ന് 5ഓളം മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഈ മരണം സംഭവിച്ചത് ഇത്തരത്തിലൊരു സംഭവം നടന്നതിൻ്റെ ഭാഗമായിട്ടല്ല, അതായത് പുക ഉയരുന്നതിൻ്റെയോ പൊട്ടിത്തെറി ഉണ്ടായതിൻ്റെയോ ഭാഗമായി നടന്ന പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല എന്നൊരു ആരോപണം ആശുപത്രി അധികൃതർ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ആളിൽ ഒരാളുടെ പേര് നസീറ എന്നാണ്, വയനാട് സ്വദേശിനിയാണ്. അവരുടെ തന്നെ സഹോദരൻ ഇതിൽ ഒരു എതിരഭിപ്രായമായി മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട്. സഹോദരൻ ഇപ്പോൾ ഞങ്ങളോട് ചേരുകയാണ്. നസീറയ്ക്ക് എന്തായിരുന്നു സംഭവിച്ചത്? അവിടെ ICUലായിരുന്നു, വെന്റിലേറ്ററിലായിരുന്നു ICUത്തെ. അപ്പോൾ പെട്ടെന്ന് ഈ സംഭവം നടന്നപ്പോൾ പുറത്തോട്ട് ആക്കേണ്ടത് വന്നപ്പോൾ വെന്റിലേറ്ററിലായിരുന്നു. അങ്ങനെ ഇങ്ങോട്ട് പോകുന്നതായിരുന്നു. പെട്ടെന്നായിരുന്നു ഒരു മഴ പെയ്തതിൻ്റെ ശേഷം അവിടെ ഇത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ആൾക്കാരത് മാറ്റലും മൊത്തം പുകയൊക്കെ ഇതായി വന്നതും ഭയങ്കര ഒരു ഭീകരാന്തരീക്ഷമായിരുന്നു അവിടെ. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ പോയി വന്നപ്പോൾ അവിടെ എമർജൻസി ഡോറില്ലായിരുന്നു. അതൊരു ഇതായിരുന്നു. പിന്നെ ഞങ്ങളൊരു ഡോറ് ചവിട്ടിപ്പൊളിച്ച്, എല്ലാവരും കൂടി ഡോറ് ചവിട്ടിപ്പൊളിച്ച് അതിൽ കൂടെയാണ് ഇറക്കിയത്. നിങ്ങളാണോ ഇറക്കിയത്? അതെ, ഞങ്ങൾ സിസ്റ്റർമാരുണ്ടായിരുന്നു, ഞങ്ങളെല്ലാവരും കൂടിയാണ് ഇറക്കിയത്. ICUലെ പേഷ്യൻറ്റിനെ എല്ലാവരും ഞങ്ങൾ പുറത്തിറക്കിയത്, എല്ലാവരും കൂടി. എത്ര മണിക്ക് ഇത് കറക്റ്റ് സംഭവിച്ചത്? കറക്റ്റ് ഒരു 7:30 ആ ഒരു ടൈം ആയിരിക്കും തോന്നുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലുള്ള ടൈം കാര്യങ്ങൾ നമുക്ക് അത്ര ഇതില്ല. ഒരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ. അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂറോളം കഴിഞ്ഞ് 2 വട്ടം പവർ കട്ടായി പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പെട്ടെന്നൊരു അവിടുന്ന് കാഷ്വാലിറ്റീൻ്റെ അവിടുന്ന് ഒരു പൊട്ടലും ചീറ്റലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഭയങ്കര പുക, അവിടുന്ന് ആൾക്കാരെ മാറ്റാൻ പറഞ്ഞു. അപ്പോൾ അതിൽക്കൂടെ ആളുകളൊക്കെ മാറ്റി പിന്നെ ഇങ്ങോട്ട് ഈ ICUൻ്റെ ഇവിടേക്ക് വന്നപ്പോൾ അവിടെ കുറേ ICUയിൽ ഇരിക്കുന്ന പേഷ്യൻറ്റിൻ്റെ ആൾക്കാരും കുറേ ഇരിക്കുന്നുണ്ടായിരുന്നു. അവരൊക്കെ ഒരു സൈഡിൽ കൂടെ ഇറക്കി വിട്ടു. ഇത് നോക്കുമ്പോൾ അവിടെ എമർജൻസി ഡോറ് ചെങ്ങല വെച്ചിട്ട് അടച്ചിട്ടുണ്ടായിരുന്നു. അതൊരു ഡോറ് തുറന്നിട്ട് ഒരു സൈഡിൽ കൂടെ ആൾക്കാരെ ഇറക്കി. പക്ഷേ വെന്റിലേറ്ററിലുള്ള ICUയിലെ പേഷ്യൻറ്റുകളൊക്കെ ആ ഡോറിൽ കൂടെ കൊണ്ടുവരാൻ പറ്റില്ലായിരുന്നു. വീൽ ചെയറിൽ അങ്ങോട്ട് അതിൽ കൂടെ പോകാൻ പറ്റില്ലായിരുന്നു. എന്നിട്ട് അപ്പോൾ ഞങ്ങൾ ഇപ്പുറത്ത് കൂടെ ഇറങ്ങിയിട്ട് ഒരു ഡോറ് ചവിട്ടി പൊളിച്ചിട്ട് അതിൽ കൂടെ ആണ് പേഷ്യൻറ്റിനെയൊക്കെ ഇറക്കി ICUയിലുള്ള പേഷ്യൻറ്റുകളെല്ലാവരും ഇറക്കി അവിടെ മുറ്റത്ത് കൊണ്ടുപോയി ഇടുക ചെയ്തത്. അങ്ങനെ പറ്റുള്ളൂ. പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ആംബുലൻസ് വന്നത്. എന്നിട്ടാണ് ഇവരെ മേലെ ICUയിലേക്ക് ആക്കിയത്. അതായത് നിങ്ങളുടെ സഹോദരിയെ നിങ്ങൾ മാറ്റുന്ന സമയത്ത് താഴെ കൊണ്ടുവന്നൊരു 10 മിനിറ്റോളം നിർത്തിയെന്നാണോ പറയുന്നത്? 10 മിനിറ്റോളം അവിടെ നിർത്തി. അവിടെ എല്ലാവരും ആളുകൾ കൂടി നിൽക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചെയ്യാൻ പറ്റില്ല. എൻ്റെ സഹോദരി പറഞ്ഞാൽ വെന്റിലേറ്ററിലായിരുന്നു, ഒന്ന് നോർമലായി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴായിരുന്നു ഒന്ന് ഫുഡൊക്കെ ജ്യൂസാക്കി കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് നിൽക്കുന്ന ടൈമിലാണ് അത് സംഭവിച്ചത്. പിന്നെ സിസ്റ്റർമാർ ഉണ്ടായിരുന്നു, അവർ ഒക്കെ എല്ലാ ഡോക്ടർമാരൊക്കെ വന്നിട്ട് വേഗം പുറത്തേക്ക് ഇറക്കി. പക്ഷേ വെന്റിലേറ്റർ ഇല്ലായിരുന്നു അപ്പോൾ. അതായത് ഇറക്കി പുറത്ത് വന്ന സമയത്ത് നമുക്ക് മെഡിക്കൽ സപ്പോർട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല? മെഡിക്കൽ സപ്പോർട്ട് ഇല്ല, ഡോക്ടർമാരും സിസ്റ്റർമാരും ഉണ്ട്. അതായത് മരുന്നും ഇതൊന്നുമില്ല, പെട്ടെന്ന് അതിൽ നിന്ന് മാറ്റി വരുന്നതല്ലേ. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ ഇവിടെ മേലെ ICUയിൽ എത്തിയപ്പോൾ തന്നെ പൾസ് കുറഞ്ഞു പോയി. പിന്നെ രണ്ടാമത് ഇതായി വന്നില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ ഒരു പെട്ടെന്ന് ഇത് മാറ്റിയത് കൊണ്ട് ഇത് കഴിഞ്ഞ് രണ്ടാമത് റിക്കവറി ആയി വരാൻ ടൈം എടുക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആവുള്ളൂ എന്നും പറഞ്ഞു. പെട്ടെന്ന് ഇത് മാറ്റി ഓക്സിജൻ്റെ ഇത് മാറ്റി രണ്ടാമത് ഇനി റിക്കവറി ആയി വരാൻ ചിലപ്പോൾ നടക്കുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ സംഭവിച്ചു. അതായത് ഇവിടെ നിന്ന് വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി അരമണിക്കൂറോളം സമയത്തേക്ക് നസീറയ്ക്ക് ജീവനുണ്ടായിരുന്നു? അല്ല, ഇവിടെ വന്ന് ഉണ്ടായിരുന്നു, ജീവനുണ്ടായിരുന്നു. ഇവിടെ കൊണ്ടുവന്ന് വെന്റിലേറ്ററിൽ കൊടുത്തു. അപ്പോഴാണ് പറഞ്ഞ പൾസ് കുറഞ്ഞ, ഡോക്ടർ പറഞ്ഞു പൾസ് കുറവാണ്, ഇനി സാധ്യത കുറവാണ് എന്ന് പറഞ്ഞത്. അവിടെ ആകുമ്പോൾ ഓക്കെ, ആദ്യത്തെ ICUയിലാകുമ്പോൾ റെഡിയായി വന്നതായിരുന്നു. അപ്പോഴാണ് മെഡിസിൻ ഇതൊക്കെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മെഡിസിനൊക്കെ ഡോക്ടർ പറഞ്ഞിട്ട് മെഡിസിൻ ഇതൊക്കെ കാര്യങ്ങളൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡ് കഞ്ഞി ജ്യൂസാക്കി കൊടുക്കാൻ അത് കൊണ്ട് വെച്ച് കൊടുത്ത് അതൊക്കെ കഴിച്ചതാണ്. അതൊക്കെ ഇതാക്കി വെച്ച്. നസീർ എപ്പോഴായിരുന്നു ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? മിനിഞ്ഞാന്ന് വിംസിൽ നിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതായിരുന്നു. അതായത് ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതായത് ജ്യൂസും കഞ്ഞിയൊക്കെ കഴിക്കാൻ തുടങ്ങിയ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു സംഭവം. അതെ, കഞ്ഞി ഇതൊക്കെ അവിടെ കുടിച്ചു എന്ന് പറഞ്ഞു. അവിടെ കൊണ്ടുപോയി വെച്ച് കൊടുത്ത് അവർ കുടിച്ചു. അത് കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ആളുകളെ ഷിഫ്റ്റ് ചെയ്യാൻ ഏകദേശം എത്ര സമയം എടുത്തിട്ടുണ്ടാവും? നിങ്ങൾ ഇതിൻ്റെ തുടക്കം മുതൽ ഉണ്ടായിരുന്നല്ലോ, ആളുകളെ മാറ്റാനൊക്കെ ഉണ്ടായിരുന്നല്ലോ. എത്ര സമയം എടുത്തിട്ടുണ്ടാവും അവിടെ നിന്ന് മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ മറ്റു വെന്റിലേറ്റർ സൗകര്യം കിട്ടാനോ എത്ര സമയം എടുത്തിട്ടുണ്ട്? അവിടുന്ന് ഞങ്ങളൊരു 15 മിനിറ്റ് കൊണ്ട് ആൾക്കാരെയൊക്കെ പുറത്തോട്ട് ഇറക്കി. അത് കഴിഞ്ഞിട്ടാണ് ICUയിലുള്ള പേഷ്യൻറ്റിനെയൊക്കെ പുറത്തോട്ട് ഇറക്കുന്നത്. അത് ഇറക്കുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ട് വന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു എമർജൻസി ഡോറ് കാര്യങ്ങളൊന്നുമില്ല.
ആളുകളും ഇതായിട്ട് അതിലാണ് ഞങ്ങൾ ഡോറ് അവിടെ പോയി കണ്ട് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒരു ഡോറ് ഞങ്ങൾ ചവിട്ടി പൊളിച്ചിട്ടാണ് ഉള്ളിലേക്ക് കയറിയിട്ട് പുറത്തോട്ട് ഇറക്കിയത്. അത് അവിടുന്ന് സ്റ്റെപ്പ് വഴി പിടിച്ച് ആണ് ഇറക്കിയത്. അതിൽ ICUലുള്ള വീൽ ചെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇതുള്ളതാണല്ലോ, അതൊക്കെ ഇതാക്കിയിട്ടാണ് ഞങ്ങൾ പുറത്തോട്ട് കൊണ്ടുവന്നത്. വയനാട് വന്നിട്ടുള്ള നസീറയുടെ സഹോദരനാണ് നമ്മളോട് പ്രതികരിച്ചിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് ഈ ഒരു മെഡിക്കൽ സപ്പോർട്ടിൻ്റെ പ്രശ്നം സംഭവിച്ചിരുന്നു. കഴിഞ്ഞ ദിവസമാണ് വയനാട് നിന്ന് കൊണ്ടുവന്നതിന് ശേഷം സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങുകയായിരുന്നു നസീറ എന്ന് പറയുന്നു. ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ജ്യൂസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കഴിച്ചു തുടങ്ങിയിരുന്നു. ആ രീതിയിൽ ആരോഗ്യം മെച്ചപ്പെട്ടതാണ്. പക്ഷേ ഈ പുകയുണ്ടായതിൻ്റെ തുടർന്ന് ഇവിടെ നിന്ന് വെന്റിലേറ്റർ സഹായങ്ങൾ മാറ്റി പിന്നീട് മറ്റൊരു സ്ഥലത്ത് ആ സംവിധാനം കിട്ടുന്നതിനിടയ്ക്ക് വന്നിട്ടുള്ള ഒരു ഗ്യാപ്പ് മരണത്തിനിടയാക്കിയിട്ടുണ്ട് എന്നൊരു ആരോപണം കുടുംബം തന്നെ, സഹോദരൻ തന്നെ പങ്കുവെക്കുകയാണ്.